ഇവരിത് പത്രം വായിക്കില്ല, ടി വി കാണില്ല, വാർത്ത കാണില്ല എന്നൊക്കെ പറയുന്ന ഒരു തലമുറ ഈ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം എടുത്ത് പാടുകയും പറയുകയും ചെയ്യുക ഈ പാട്ടുകളിലൂടെ. അത്രയും വലിയൊരു സ്വാധീന ശേഷി ആ പാട്ടുകൾക്കുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുമാത്രമല്ല, ഇവിടെ ഈ വേടൻ്റെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ മുഴുവൻ എന്തായാലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. പലതരത്തിൽ അത് വാർത്തകളായി വന്നിട്ടൊക്കെ. അപ്പോഴാണ് ഇവിടെ ഈ ചേട്ടൻ ഏതാണ് നമ്മളുടെ അല്ല BJPയുടെ സെനറ്റ് അംഗം അനുരാജ് അദ്ദേഹം ഇവിടെ ഇത് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് കൗതുകകരമായ അതിൻ്റെ വരികൾ മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. ഏത് വേടൻ്റെ പാട്ടിൻ്റെ ഈ വരികൾ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒന്ന് ശക്തമായി കേരളത്തിൽ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായും അത് ഇവിടുത്തെ CPMകാരാണ് ഉയർത്താൻ സാധ്യത. കാരണം ചീനാദിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൻ മണം പരന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ CPMകാരാണ് വേടനെ ഓരോ വേദികളിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പൊതുവെ പറയുന്നത് എന്താണ്? മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞ് നടപ്പു. ഇതാണ് രണ്ട് വരികൾ ആകെ ഈ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു വരിയും. ബാക്കി ഒന്ന് ചൈനയെക്കുറിച്ച് സ്വാഭാവികമായും അത് ചൈന എന്നുള്ള നിലയ്ക്കല്ല അതിനെ കാണുക, കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്കാണ്. മാത്രമല്ല ഈ ഖുറാൻ കത്തിച്ചു എന്നുള്ളത് തെറ്റായ ഒരു അമേരിക്കൻ വ്യാഖ്യാനമാണ്. അതിനപ്പുറത്ത് ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ആ നിലയ്ക്ക് നടന്നിട്ടില്ല എന്നൊക്കെ ഇവിടെ CPM തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതൊന്ന്. മറ്റൊന്ന് ഇവിടെ വിമർശിക്കുന്നത് എന്താണ്? ഇസ്ലാം ഭീകരത എന്നുള്ളത്, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെക്കുറിച്ചോ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ചോ ഒരു വരി പോലും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള വിമർശനമൊക്കെ ഉണ്ട്. ഇതെല്ലാം ചർച്ച ചെയ്യാമല്ലോ. അതെ.